നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ബിസിനസ് ആശയത്തെ എതിർക്കുകയും അത് നിർത്താൻ പറയുകയും നിങ്ങളെ ബിസിനസ് എന്നത് നിർത്തിക്കോളാന്നുള്ള സിഗ്നൽ കാണിച്ചു തരികയും ഒരുപാട് പ്രഷർ വരുന്ന സമയത്ത് നിർത്താൻ നിർബന്ധിതനാവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാൽ പോലും അതേ ആശയമായി തന്നെ മുന്നോട്ട് പോകുന്നതിന് നമ്മൾ പെർസിസ്റ്റൻസ് എന്ന് പറയും. ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഏതൊരാൾക്കും പെർസിസ്റ്റൻസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ നമ്മളെടുത്ത ഡിസിഷൻ തെറ്റാവുകയും നമ്മളെ എതിർക്കുന്നവർ പറഞ്ഞിരുന്ന കാര്യം കറക്റ്റ് ആവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായേക്കാം. ചിലപ്പോൾ നമ്മളെടുക്കുന്ന ഡിസിഷൻ തെറ്റാവുകയും നമ്മളെ എതിർക്കുന്ന ആളുകൾ പറയുന്ന കറക്റ്റ് ആവുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെ ഇരുന്നാലും അവിടെ നമ്മൾ പലപ്പോഴും നമ്മളെടുക്കുന്ന തീരുമാനം മാറ്റാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ തയ്യാറാവുന്നത് നമുക്ക് ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ്. ലാക്ക് ഓഫ് പെർസിസ്റ്റൻസിൻ്റെ ചില അടയാളങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട്, ആളുകൾ നമ്മുടെ അടുത്ത് ഈ കാര്യം നിർത്താൻ പറയുമ്പോഴും നമ്മൾ ആ ആശയവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഉള്ളൊരു വ്യക്തത നമുക്കില്ല എങ്കിൽ നമുക്ക് ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാതെ നീട്ടി വെച്ചുകൊണ്ട് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ് ഉണ്ട്. മൂന്നാമതായിട്ട്, നമുക്ക് ആ ഒരു കാര്യത്തിന് വേണ്ട കൃത്യമായിട്ട് നോളജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല എങ്കിലും നമുക്ക് ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ് ഉണ്ട്. സോ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, ഒരു ആശയമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പെർസിസ്റ്റൻസ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.